അപ്പൊ ഗൂഗിൾ ആഡ്സിൽ അതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സുകാരന്റെ രീതിയാണ് കേൾക്കുക എന്ന് പറഞ്ഞാല്. ഗൂഗിളിൽ നമ്മളെ ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ആഡ്സ് ഡോട്ട് ഗൂഗിൾ എന്നുള്ളതാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സിന്റെ പ്ലാറ്റ്ഫോം വരുന്നത്. ആഡ്സ് ഡോട്ട് ഇതിന് പൈസ കൊടുക്കേണ്ടി വരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ? അത് ഏതാണെങ്കിലും പൈസ കൊടുത്താലാണ് ക്യാമ്പയിൻ ഓട്ടം പറ്റുള്ളൂ. അതല്ല, ഈ അപ്പൊ ഗൂഗിൾ ആഡ്സ് തുടങ്ങുമ്പോ തന്നെ നമ്മള് അപ്പോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് അതിന്റെ ഫ്രണ്ട് എൻഡ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കുക. എന്റെ ഇപ്പൊ ഈ അക്കൗണ്ട് ഓൾറെഡി ഇതിന്റെ അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ വേറൊരു ഇതിൽ സെറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ 3 അക്കൗണ്ട് ഓൾറെഡി ഇതിലുണ്ട്. അല്ലെങ്കിൽ ഈ സെറ്റിംഗ് പ്രോഗ്രസ് ആ ഇത് പുതിയ അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ നിങ്ങളത് വരുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ രൂപത്തിലൊക്കെ വരിക. നിങ്ങളിപ്പോ ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരിക ഒരു ന്യൂ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് വരിക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സ്മാർട്ട് മോഡാണിത്. സ്മാർട്ട് മോഡ് പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ട് നമ്മളിപ്പോ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മെറ്റയില് എന്താ സ്മാർട്ട് ക്യാമ്പയിൻസ് ഉണ്ട്. അതായത് നമ്മൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാലോ പേജില്. ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ക്യാമ്പയിൻസ് ചെയ്യാം. അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സിലും നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഒരാൾ ആഡ് ചെയ്യാം. ആർക്കും ചെയ്യാൻ പറ്റുന്ന വലിയ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ആ ഒരു മോഡിനാണ് സ്മാർട്ട് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് നിങ്ങൾ ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ട് പ്ലാറ്റ്ഫോം ആഡ്സ് ഡോട്ട് ഗൂഗിൾ എന്നുള്ള വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്ത് അതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇവിടെ ഒരു പുതിയൊരു ക്യാമ്പയിൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ അക്കൗണ്ടിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ഓക്കെ. ഇനി അതല്ല, ഇതിന്റെ ഒരു എക്സ്പേർട്ട് മോഡ് ഉണ്ട്. സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ, ആർ യു പ്രൊഫഷണൽ മാർക്കറ്റർ ആണെങ്കിൽ, നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഇവിടെ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്നുണ്ട്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു മെത്തേഡിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഡയറക്റ്റ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ റിസ്ക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മോഡ് വരുന്നത്. അത് ഫസ്റ്റ് വൺ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ബിസിനസിന്റെ നെയിം എന്താണ്. അപ്പൊ ഓട്ടോമാറ്റിക് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഒരു ക്യാമ്പയിന് റൺ ചെയ്തിട്ടാണ് ഇതിന്റെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾ ഓപ്പൺ ആവുക. അപ്പൊ യുവർ ബിസിനസ് നെയിം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാനിവിടെ നമ്മുടെ ബിസിനസ് നെയിം ഓക്സ്ഫോർ ടെക് സ്കൂൾ എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ചോദിക്കും ഓക്സ്ഫോർഡ്. അപ്പൊ ഞാനിവിടെ oxford.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഇവിടെ നമുക്ക് അത് സ്കാൻ ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട്. നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ കൊടുത്ത വെബ്സൈറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് സ്കാൻ അബൌട്ട് യുവർ ബിസിനസ്, നമ്മുടെ ബിസിനസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ഗൂഗിൾ സ്കാൻ ചെയ്യും. എന്നിട്ട് ആ വെബ്സൈറ്റിൽ നിന്നുള്ള കണ്ടന്റും കാര്യങ്ങളും നമ്പേഴ്സ് ഒക്കെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ചെയ്തെടുത്തിട്ട് നമ്മുടെ ക്യാമ്പയിൻക്ക് എന്ത് ചെയ്യും, കണ്ടന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. ഇവിടെ കണ്ടോ നമ്മൾ ആ വെബ്സൈറ്റ് മൊബൈലിൽ ആ വെബ്സൈറ്റ് എങ്ങനെ ആയിരിക്കും, അതുപോലെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ആ വെബ്സൈറ്റ് എങ്ങനെ ആയിരിക്കും, അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്താണ് കാണിച്ച് കൺഫേം ചെയ്യണം. ദെൻ നമ്മൾ നെക്സ്റ്റ് അടിച്ചു. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട്സ് യുവർ മെയിൻ അഡ്വർടൈസിങ് ഗോള്. നമ്മള് മെറ്റയിൽ ചെയ്ത പോലെ ഫസ്റ്റ് നമ്മളെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യും. അതായത് അവയർനെസ്, ട്രാഫിക്, ലീഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേ രൂപത്തിൽ ഗൂഗിളിന്റെ ഇവിടെ നമ്മുടെ ഗോൾ എന്താണ്, ഇവിടെ ഗെറ്റ് മോർ കാൾസ് ഉണ്ട്. ഒരുപാട് കാൾ വരാം. ഗെറ്റ് മോർ വെബ്സൈറ്റ് സെയിൽസ് ഓഫ് ലീഡ്സ്. നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് പേരെ ട്രാഫിക് ആയിട്ട് കൊണ്ടുവരാം. അതിലൂടെ സെയിൽസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാം ലാൻഡിംഗ് പേജ് വെച്ചിട്ട്. മൂന്നാമത് ഗെറ്റ് മോർ വിസിറ്റേഴ്സ് ടു യുവർ ഫിസിക്കൽ ലൊക്കേഷൻ. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മളെ ബിസിനസിന്റെ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ ലൊക്കേഷൻ ആണ് നമ്മളെ ആഡിൽ കണക്ട് ചെയ്യുക. അപ്പൊ സ്വിച്ച് ടൈം നമ്മളെ ആഡ് കണ്ട് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ലൊക്കേഷൻ മാപ്പ് ഓപ്പൺ ആയി വരും. അടുത്ത വരുന്നത് ഗെറ്റ് മോർ വ്യൂസ് ആൻഡ് എൻഗേജ്മെന്റ് ഓൺ യൂട്യൂബ്.
യൂട്യൂബിലെ നമ്മളെ വീഡിയോസ് എൻഗേജ്മെന്റ് ചെയ്യിപ്പിക്കുക, മാക്സിമം വ്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 4 ഗോളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സ്മാർട്ട് മോഡാണ്. സ്മാർട്ട് മോഡില് ഈ 4 ഗോളാണ് ഉള്ളത്. നമ്മൾ എക്സ്പേർട്ട് മോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാല് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഗൂഗിളിന്റെ മറ്റൊരു കണ്ടന്റ് സെർച്ച് എഞ്ചിൻ ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ യൂട്യൂബിന്റെയും അതുപോലെ തന്നെ ഗൂഗിളിന്റെയും ആഡ് എല്ലാം കൈകാര്യം ചെയ്യുന്നതും നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യുന്നതൊക്കെ ഈ ഗൂഗിൾ ആഡ്സ് തന്നെ കേട്ടോ. അപ്പൊ ഇതിൽ എല്ലാം വരുന്നുണ്ട്. യൂട്യൂബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗൂഗിള് ക്യാമ്പയിൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാൾസ്, വെബ്സൈറ്റ് ലീഡ്സ്, ഗെറ്റ് മോർ, വിസിറ്റ് യുവർ ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട്, യൂട്യൂബും ഉണ്ട്. ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് എന്ത് ചെയ്യുക, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെലക്ട് ചെയ്തതായിരിക്കും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കാൾസ് കൊടുക്കുക, വെബ്സൈറ്റിന്റെ ലീഡ്സ് കൊടുക്കുക, അതുപോലെ ഗെറ്റ് മോർ, വിസിറ്റ് ഫിസിക്കൽ ലൊക്കേഷൻ കൊടുക്കുക. നമ്മൾ യൂട്യൂബ് വീഡിയോ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഗെറ്റ് മോർ കാൾസ് കൊടുത്തു. നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ വെബ്സൈറ്റ് എങ്ങനെയായിരിക്കും ഗൂഗിളിൽ ആഡ് പ്രിവ്യൂ ചെയ്യുന്നത്, അത് എങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ രൂപത്തിലായിരിക്കും. ഇവിടെ ഫസ്റ്റ് ഹെഡ്ലൈന് കൊടുക്കാം. 30 ക്യാരക്ടർ ആണ് നമ്മളെ ഹെഡ്ലൈന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഓട്ടോമാറ്റിക് നമ്മുടെ വെബ്സൈറ്റ് അവർ അനലൈസ് ചെയ്ത് ഓട്ടോമാറ്റിക് വെബ്സൈറ്റ് കണ്ടന്റും കാര്യങ്ങളും അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഹെഡ്ലൈൻ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ 11 ഹെഡ്ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക വെച്ചാൽ ഇതൊക്കെ ഹെഡ്ലൈനാണ്, 30 ക്യാരക്ടറിന്റെ ഹെഡ്ലൈൻ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-ൽ കൂടുതൽ ഹെഡ്ലൈൻ ഇനി ആഡ് ചെയ്യാം. ഓൾറെഡി ഒരുപാട് ഹെഡ്ലൈൻ നമുക്ക് ഇങ്ങനെ കൊടുക്കുക. ടോട്ടൽ 12 ഹെഡ്ലൈൻ വരെ എന്ത് ചെയ്യുക, ഇതിന് ആഡ് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 3 ഹെഡ്ലൈനെങ്കിലും കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഡ് ഈ രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ ഒരു 30 ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സെക്ഷൻ ആണ്, സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ. അപ്പോൾ അറ്റ് എ ടൈമിൽ ഇതിൽ 3 ഹെഡ്ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഷോ ചെയ്യുക. അപ്പൊ നമ്മൾ ഒരുപാട് ഹെഡ്ലൈൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് മാറി 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 എന്ത് ചെയ്യും, ഹെഡ്ലൈൻസ് വരും എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷന് നമുക്ക് മിനിമം 2 ഡിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. 90 ക്യാരക്ടറാണ് ഡിസ്ക്രിപ്ഷന് നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം ഇവിടെ 4 ഡിസ്ക്രിപ്ഷൻ വരെ കൊടുക്കാൻ പറ്റും സ്മാർട്ട് ക്യാമ്പയിനിൽ. അപ്പോൾ 90 ക്യാരക്ടറിൽ ഒരു 4 ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടന്റ് ആണ്. ട്രെയിൻ ടു അവർ ടെക്നിക്കൽ സ്കൂൾ, അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്, എൻജോയ് എക്സൈൻ ട്രെയിനിങ്, ഓക്സ്ഫോർഡ് ടെക് സ്കൂൾ. പിന്നെ നമ്മുടെ കോഴ്സുകൾ, പ്രോഗ്രാഫിക് ഡിസൈനിങ്, ലേൺ ഔട്ട് ടു ഗെറ്റ് സ്റ്റാർട്ട്, ഇൻട്രഡക്ഷൻ ടു ഗ്രാഫിക് ഡിസൈൻ, ഗെറ്റ് എഡ്യൂക്കേഷൻ ടു യുവർ ഡിസേർവ്, തുടങ്ങിയിട്ട് കുറെ ഹെഡ്ലൈൻസ് ഞാൻ ഇവിടെ കൊടുത്തു. ഇനി എനിക്ക് എന്താ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ സജസ്റ്റ് ചെയ്യും നമുക്ക് എന്താ എവിടെയാണ് കൊടുക്കുന്നത്. വിസിറ്റ് അസിൻ മഞ്ചേരി, ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറെ ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അങ്ങനെ മൾട്ടിപ്പിൾ ഹെഡ്ലൈൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സ്റ്റഡി ഇൻ മഞ്ചേരി. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, 14ഓളം ഹെഡ്ലൈൻസ് കൊടുത്തു. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി ആ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഓൾറെഡി കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. വെൻ യു നീഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്, വിസിറ്റ് ഓക്സ്ഫോർഡ് ടെക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ കണ്ടന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നെറ്റ് റെഡി ആക്കിയില്ലേ, മിസ്സിംഗ് ഉണ്ടോ, സൗണ്ട് കട്ടാകുണ്ടോ? ശരിയാക്കാം. സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഹലോ, മിനിറ്റ്, കട്ടാവുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ എന്റെ വേറൊരു നെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കട്ടെ. അപ്പോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാല്, ഇവിടെ കൊടുക്കുന്ന ഹെഡ്ലൈന് അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷന്, ഇത് 2 സംഭവങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നിങ്ങളെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുത്തിരുന്നു കീവേഡ് അനലൈസ് ചെയ്യാൻ. അതൊക്കെ ശരിക്കും ഇതിലാണ് വരുന്നത്, ഗൂഗിൾ ആഡ്സ്. ഈ കീവേഡ്സ് നോക്കിയിട്ട് ആ കീവേഡ്സ് എന്ത് ചെയ്യണം, നമ്മുടെ ഹെഡ്ലൈനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ സെർച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ഒന്നുകൂടെ എഫക്റ്റീവ് ആവുള്ളൂ. നമുക്ക് കീവേഡ്സ് ഇതിൽ ആഡ് ചെയ്യാം, ഇതിലും കൂടെ ആ കീവേഡ്സ് കൊടുക്കണം. അപ്പോഴാണ് നമുക്കിപ്പോ മെറ്റയില് നമുക്ക് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ആഡിന്റെ ഒപ്റ്റിമൈസേഷൻ. ആഡ് 100% എഫിഷ്യൻസി അല്ലെങ്കിൽ 100% സ്കോർ കിട്ടണമെങ്കിൽ
ഒപ്റ്റിമൈസ് ചെയ്യണം. അതേ രൂപത്തിൽ ഗൂഗിൾ ആഡ്സിന്റും നമുക്ക് എന്ത് ചെയ്യാം, ഈ കീവേഡ്സ് നമ്മുടെ ഹെഡ്ലൈൻസിനോ അതുപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ഒപ്റ്റിമൈസേഷൻ സ്കോർ 100 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ 90 ക്യാരക്ടറിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ 4 ഡിസ്ക്രിപ്ഷൻ മിനിമം കൊടുക്കുക. അതുപോലെ തന്നെ 30 ക്യാരക്ടറിൽ മിനിമം 3 ഹെഡ്ലൈൻസ് എങ്കിലും നിർബന്ധമായിട്ട് കൊടുക്കുക. അത് ഡിഫറെന്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആഡ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ പറ്റും. ഇതിപ്പോ നമുക്ക് പ്ലേസ്മെന്റ് മാറ്റി കഴിഞ്ഞാൽ ഓരോ ടൈപ്പിൽ എങ്ങനെയൊക്കെ നമ്മൾ ആഡ് വരുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ബട്ടൺ കാൾ ബിസിനസ് എന്നുള്ളതാണ്, അവിടെ കാൾ ക്യാമ്പയിൻ ആണ് നമ്മൾ കൊടുത്തത്, അതുകൊണ്ടാണ് കാൾ ബട്ടൺ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും, ഷോ ഈ കാൾ ബട്ടൺ ഈ യുവർ ആഡ്, ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ മൊബൈൽ നമ്പർ ആയിരിക്കും ഈ ബട്ടണിൽ കാണിക്കുക. ഓക്കെ, ഇനിയിപ്പോ നേരെ മറിച്ച് വെബ്സൈറ്റ് ആണ് ഞാൻ കൊടുത്തത് എങ്കിൽ നേരെ എന്ത് ചെയ്യും, ഇതിൽ മാറ്റം വരുന്നത് എന്താ വെച്ചാൽ അവിടെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിന്റെ പകരം നമുക്ക് അവിടെ വരിക നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാനാകാരം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ ട്രാഫിക്കും വരുമ്പോൾ അത് അനലൈസ് ചെയ്യാനും അവർ എത്ര സമയം സ്പെൻഡ് ചെയ്തു, അവർ എന്തൊക്കെ എൻഗേജ് ചെയ്തു, അവരെ ഡ്യൂറേഷൻ എന്താണ്, അവർ ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ്, അങ്ങനെ അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ട്രാഫിക്കും ഓരോ ട്രാഫിക്കിന്റെയും ഡാറ്റ നമുക്ക് ട്രാക്ക് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനുള്ള ടൂളാണ്, ഗൂഗിളിന്റെ ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വെബ്സൈറ്റിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഗൂഗിൾ ആഡ്സ് ഒക്കെ കറക്റ്റ്, ഗൂഗിൾ ആഡ്സിൽ ക്യാമ്പയിൻ കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റ് റണ്ണേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു പിക്സൽ കോഡ് ഉണ്ട്, ആ പിക്സൽ കോഡ് എടുക്കേണ്ട കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ വെബ്സൈറ്റിൽ ഇടണം എന്ന് പറഞ്ഞു. അതെന്തിനാ, നിങ്ങളെ വെബ്സൈറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് റീടാർഗറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മാസത്തിൽ ഒരു 10,000 ആൾക്കാർ അല്ലെങ്കിൽ 1000 ആൾക്കാർ നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെ റീടാർഗറ്റ് ചെയ്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോൾ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാലും അവരെയും എന്ത് ചെയ്യും, ഈ നിങ്ങൾ ആഡ് കാണിക്കും. ജസ്റ്റ് നമുക്ക് ടിക്ക് ഇട്ടാൽ മതി, അവരെയും കൂടെ ടാർഗറ്റ് ചെയ്ത് കാണിക്കുക. അവര് നമ്മുടെ പ്രൊഡക്റ്റ് ഇനി വാങ്ങിക്കാൻ സാധ്യത കൂടുതലാണ്, കാരണം അവർ ഒരു പ്രാവശ്യം നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ റീടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് സെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ സർവീസോ ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഗൂഗിളിന്റെ നമ്മളെ ഈ ട്രാഫിക് അനലൈസ് ചെയ്യാനുള്ള ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. ഈ സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടാണ് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോ ഓക്സ്റൂന്റെ ആണ് ചെയ്യുന്നത്. ഓക്സ്റൂന്റെ ഈ എന്റെ അക്കൗണ്ടിൽ ഇത് ലിങ്ക്ഡ് അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നിലവിലുള്ള വേറെ എന്റെ അനലിറ്റിക് അക്കൗണ്ട്, വേറെ വെബ്സൈറ്റിന്റെ അനലിറ്റിക് അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്കത് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. എന്നിട്ട് ദെൻ അടുത്തത് എന്താ വെച്ചാല് നെക്സ്റ്റ് അടിക്കാന്നുള്ള. ഇത് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അവരെ റീടാർഗറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ആഡ് കാണിക്കുന്നത്. നിങ്ങൾ പല കമ്പനീസിലെ ആഡുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവരെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് ചില മൊബൈലിന്റെ പൗച്ചോ അങ്ങനെ അല്ലെങ്കിൽ ചില ട്രാവൽസിന്റെ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവരെന്ത് ചെയ്യും, അവർ ആഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ആ രീതിക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് നിർബന്ധമായിട്ടും ഇതിനായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, വെബ്സൈറ്റ് ആണ് ഇപ്പൊ നമ്മളെ നോർമൽ വെബ്സൈറ്റ് അല്ലേ ഇപ്പൊ അതെ www. അതെ. അപ്പൊ ഞാൻ ഫേസ്ബുക്ക്, നിങ്ങൾ മെറ്റോ ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്തോ? പിക്സൽ കോഡ് വെച്ചിട്ടില്ലല്ലോ. ഞാൻ ഫേസ്ബുക്ക് പേജിന്റെ പിക്സൽ കോഡ് ഞാൻ കണക്ട് ചെയ്യാൻ പറയുന്നത്, അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഇല്ല ഇല്ല ഇല്ല, അത് നമ്മള് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയോലടുത്തുനിന്ന് കിട്ടണല്ലേ? അല്ല, കോഡ് നമ്മളെ കൊടുക്കുക, ഓരോട് കൊടുക്കാൻ മതി, ഓര് കണക്ട് ചെയ്തോളും. വെബ്സൈറ്റ് ആരുണ്ടാക്കിയാണെങ്കിൽ ഓരോട് ഇത് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അത് ഏത് കോഡ് ഇപ്പൊ നമ്മളെ, അതായത് ഇപ്പൊ നമ്മളെ ഈ മെറ്റയിൽ വരുന്ന കോഡ് ഓൽക്ക് കൊടുക്കല്ലോ വേണ്ടി? അതെ, മറ്റുള്ള പിക്സൽ കോഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റിന്റെ പേരും അടിച്ചു, വെബ്സൈറ്റിന്റെ ലിങ്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഡ് ഓട്ടോമാറ്റിക് ഒരു ക്രിയേറ്റ് ചെയ്ത് പിക്സൽ കോഡ് അത് നമ്മളെ വെബ്സൈറ്റ് ആയിട്ട് കണക്ട് ആക്കല്ലേ? അത് നമ്മൾ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ട് ആയിക്കോളും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, ഗൂഗിളിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, എല്ലാത്തിനും പറ്റും. അപ്പൊ അതിന് ഇതിൽ നിന്നും ഒരു കോഡ് കിട്ടും. അപ്പൊ ആ കോഡ് കണക്ട് ചെയ്യലാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കേട്ടോ, ഏത് ക്യാമ്പയിൻ ആണ്. അങ്ങനെ അപ്പോഴാണ് ഒരു യഥാർത്ഥ ക്യാമ്പയിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് കഴിഞ്ഞാൽ വാട്ട് കസ്റ്റമർ ആക്ഷൻ ഷുഡ് യുവർ ക്യാമ്പയിൻ ബി ഒപ്റ്റിമൈസ് ഡെലിവർ.
ഐ വാണ്ട് ലീഡ്. ഇവിടെ നമുക്ക് ലീഡ് ആണോ വേണ്ടത് അതോ സെയിൽസ് ആണോ വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, കസ്റ്റമർ കംപ്ലീറ്റ് പർച്ചേസ് എന്നുള്ളത് കൊടുക്കുക, കസ്റ്റമർ ബീങ് ചെക്ക് ഔട്ട് കൊടുക്കുക, കസ്റ്റമർ കാർട്ടിക്ക് ഇടുന്നത്, അതുപോലെ കസ്റ്റമർ കംപ്ലീറ്റ് സബ്സ്ക്രിപ്ഷൻ. ലീഡാണ് വേണ്ടത് എങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, ലീഡിന്റെ കുറെ ഓപ്ഷൻ. കസ്റ്റമർ ഫിൽ ഔട്ട് ആൻ ഇൻഫർമേഷൻ ഫോം. നമ്മൾ ഒരു ഫോം ഉണ്ടല്ലോ, അപ്പൊ നമ്മള് ലീഡ് ഫോം ഫില്ല് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കസ്റ്റമർ റിക്വസ്റ്റ് കോൺടാക്ട് വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക. അതുപോലെ കസ്റ്റമർ ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റ്, അപ്പൊ അപ്പോയിന്റ്മെന്റ് ലിങ്ക് കൊടുത്താൽ മതി നമുക്ക് ഇവിടെ. അതുപോലെ കസ്റ്റമർ റിക്വസ്റ്റ് കോട്ട്, ഇപ്പൊ നമ്മളൊരു സർവീസ് ഒക്കെ ആണെങ്കിൽ അതിന് കോട്ടിന്റെ ലിങ്ക് ഉണ്ടല്ലോ, നമുക്ക് കൊട്ടേഷൻ തരുന്ന, അപ്പൊ അതിന്റെ കോട്ടിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കസ്റ്റമർ സൈൻ അപ്പ് ഫോർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ വെച്ചാല് ഒന്ന് ലീഡിന്റെ കേസിൽ ഡാറ്റ എടുക്കാനുള്ളതും മറ്റൊന്ന് സെയിൽസിനുള്ളതാണ്. അപ്പൊ ഏതാണ് നമ്മളത് എങ്കിൽ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, കൊടുക്കട്ടോ. ഇപ്പൊ നമ്മൾ കസ്റ്റമർ റിക്വസ്റ്റ് കോൺടാക്ട് കൊടുത്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരത്തെ വന്ന ഇതേപോലെ തന്നെ ഹെഡ്ലൈന് കാര്യങ്ങൾ വിടും. ഇവിടെ എന്താ ഷോ കാൾ ബട്ടൺ, ഇതൊരു ഓപ്ഷണലായിട്ട് മാറി. അതായത് കാൾ ബട്ടൺ ഇവിടെ ആഡ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ആഡ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റില് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ട്രാഫിക് ആണ്. അപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസിന്റെ കാറ്റഗറിക്ക്, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ് കാറ്റഗറിക്ക്, അത് ഡിഫറെന്റ് ടൈപ്പില്. ഇപ്പൊ നമുക്ക് കോട്ട് എടുക്കാനോ സർവീസിന്റെ, നേരത്തെ കണ്ടില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതിലൂടെ നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ മൊബൈൽ എന്താ കാളിംഗ് ക്യാമ്പയിൻ ആണെങ്കിൽ ഇവിടെ കാൾ ബട്ടൺ ഫോക്കസ് ചെയ്ത് വരും. വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ കയറും, ജസ്റ്റ് വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്താൽ അതിലേക്ക് കയറും. പക്ഷെ വെബ്സൈറ്റ് ട്രാഫിക് ക്യാമ്പയിൻ ആണെങ്കിൽ ഈ പറഞ്ഞ അഡീഷണൽ ഓപ്ഷൻസ് വരും. ലീഡ്സ് എടുക്കാനുള്ളതോ അതുപോലെ സെയിൽസ് എടുക്കാനുള്ളതോ. ലീഡ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലാൻഡിങ് പേജ് കൊടുക്കാം. ലാൻഡിങ് പേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ ആളുകളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് വാങ്ങിക്കുക. അതല്ലെങ്കിൽ കസ്റ്റമർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ റിക്വസ്റ്റ് കൊടുക്കാനുള്ള നമ്മളെ റിക്വസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ കോണ്ടാക്ട് പേജിലെ ലിങ്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്യും, ആഡും ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഡേറ്റും ടൈമും അപ്പോയിന്റ്മെന്റ് ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അത് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണ്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ അപ്പോയിന്റ്മെന്റിന്റെ ലിങ്ക് ഉണ്ടായാലാണ് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കസ്റ്റമർ റിക്വസ്റ്റ് കോട്ട്, കൊട്ടേഷണൽ റിക്വസ്റ്റ് ആണ്, അത് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അതല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ പേജ് ഏതാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ കാറ്റഗറിക്ക് പേജസ് ഉണ്ടാവണം. അപ്പൊ അതിന്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കിട്ടിയോ? മൂന്നാമത് ഗെറ്റ് മോർ വിസിറ്റ് യുവർ ഫിസിക്കൽ ലൊക്കേഷന്. ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആഡിന്റെ താഴെ നമുക്ക് ഒരു ഓപ്ഷനും കൂടെ നെക്സ്റ്റ് ലെവലിൽ വരും. അതെന്താ വെച്ചാൽ ഇവിടെ ഈ ബട്ടന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസിന്റെ ലൊക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പോ നമ്മൾ ഓക്സ്ഫോർഡ് ആണെങ്കിൽ കൊണ്ടോട്ടി ആണെങ്കിൽ മഞ്ചേരി, ഓക്സ്ഫോർഡ് ആണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ടല്ലോ, ഗൂഗിളിൽ പ്രൊഫൈല് നമ്മൾ ക്ലാസ് എടുത്തില്ലേനോ, ആ ഗൂഗിൾ മൈ പ്രൊഫൈല് ഈ ആഡിനെ ലിങ്ക് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ താഴെ അതിന്റെ ഗൂഗിൾ മൈ ബിസിനസ് എന്നാണ് വരിക. അപ്പൊ ആര് സെർച്ച് ചെയ്താലും ഗൂഗിൾ മാപ്പിലും അതുപോലെ ഗൂഗിൾ മൈ ബിസിനസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ പ്രയോറിറ്റി ആയിട്ട് ആഡ് കാണിക്കുക. അപ്പൊ അത് ഈ ആഡ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം, എന്നാലാണ് അത് പോസിബിൾ ആവുക. ഓക്കെ. പിന്നെ ഒന്ന് വരുന്നത് ഗെറ്റ് മോർ വ്യൂഡ് എൻഗേജ്മെന്റ് ഓൺ യൂട്യൂബ്. ഇവിടെ വരുന്നത് എന്താ വെച്ചാല് നേരെ യൂട്യൂബ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഫോക്കസ് ചെയ്യുക. അതായത് വാട്ട് യു വാണ്ട് ടു ഫോക്കസ് ഓൺ, ഡ്രൈവ് വീഡിയോ വ്യൂ ആൻഡ് ട്രാഫിക് ടു എ വെബ്സൈറ്റ്. മറ്റൊന്ന് ഡ്രൈവ് വീഡിയോ വ്യൂ ആൻഡ് എൻഗേജ്മെന്റ് വിത്ത് യുവർ ചാനൽ. ഇവിടെ രണ്ട് രീതിയിലുണ്ട്. ഒരു ആഡ് കാണിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്കിനെ കൊണ്ടുവരാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. ഒട്ടുമിക്ക നമ്മൾ ആഡ് കാണുന്നത് അങ്ങനെ ആയിരിക്കും. മറ്റൊന്ന് ഡ്രൈവ് വീഡിയോ വ്യൂ ആൻഡ് എൻഗേജ് വിത്ത് യുവർ ചാനൽ. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് പോകും. അപ്പൊ നിങ്ങളെ യൂട്യൂബ് ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനാണ്, നിങ്ങളെ യൂട്യൂബ് ചാനലിൽ വീഡിയോസും വ്യൂ കൂട്ടാനാണ്, ഒരുപാട് ആൾക്കാർ നിങ്ങളെ വീഡിയോ കാണിക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് കൊടുക്കാം. ഇവിടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്ട് വീഡിയോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് വീഡിയോ, ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, യൂട്യൂബിൽ നമുക്ക് വീഡിയോ വേണം കേട്ടോ, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോ
നമ്മുടെ ഓക്സ്റൂമിന്റെ ഒരു ആഡ് വീഡിയോ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, അത് ഇവിടെ എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ ഈ ആഡ് റീൽസ് ടൈപ്പ് ആണ്, അതായത് ഷോർട്ട് വീഡിയോ ആണ്, അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ടോ. നമുക്ക് പോർട്രേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഫുൾ ടൈപ്പിൽ കാണിക്കും. രണ്ട് വീഡിയോ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം, നമുക്ക് ഏതാ വേണ്ടെങ്കിൽ ആ രീതി ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റു രീതി കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് കാണാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ കൊടുത്താൽ മതി. ഇത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, മൊബൈലിന്റെ സൈസിൽ മാറും. പക്ഷെ ഡെസ്ക്ടോപ്പിലൊക്കെ ആണെങ്കിൽ ഈ രൂപത്തിൽ കാണുള്ളൂ, രണ്ട് ഭാഗം കട്ടായിട്ടേ കാണുള്ളൂ. മറ്റു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ 6 മോഡൽ വീഡിയോ ഈ രൂപത്തിലുള്ള വീഡിയോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സൈസ് ഫിനിഷ് ചെയ്ത് കാണിക്കും. ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ സ്കിപ്പ് ബട്ടൺ വരും, ആ രീതിയിലുള്ള ആഡ് ആയിരിക്കും ഇത്. ഇവിടെ നമുക്ക് കൊടുക്കാം, ഇവിടെ ലാൻഡിങ് പേജ്, അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഓക്സ്റൂ ഞാൻ എന്ത് ചെയ്യണം, ഓക്സ്റൂന്റെ വെബ്സൈറ്റ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലാൻഡിങ് പേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലാൻഡിങ് പേജ് തന്നെ പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലാൻഡിങ് പേജ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്ന പേജാണ്. അപ്പൊ അത് ശരിക്കും സെപ്പറേറ്റ് ഒരു പേജ് തന്നെ ഡിസൈൻ ചെയ്യണം. അത് നിലവിലുള്ള വെബ്സൈറ്റിന്റെ സെപ്പറേറ്റ് ലാൻഡിങ് പേജ് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ഫോം ഒക്കെ വന്നിട്ട് ആ ഡാറ്റ ഇൻക്വയറീസും കാര്യങ്ങളൊക്കെ എടുക്കുക, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇപ്പൊ നമുക്ക് ഒരു ലാൻഡിങ് പേജ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഇപ്പൊ എന്താണ്, അഡ്മിഷൻ പേര് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഓക്സ്ഫോർഡിന്റെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബട്ടൺ കൊടുക്കുക, ഇവിടെ വിസിറ്റ് ഉണ്ട്, വിസിറ്റ് എന്നുള്ള ബട്ടൺ വേണമെങ്കിൽ കൊടുക്കുക. ഇനി അതെനിക്ക് വേറെ എന്തെങ്കിലും മാറ്റിയിട്ട് ഇവിടെ ഡൗൺലോഡ്, സ്റ്റാർട്ട് നൗ, വാച്ച് നൗ, അതുപോലെ സൈൻ അപ്പ്, ഷോപ്പ് നൗ. പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഷോപ്പ് നൗ കൊടുക്കുക, ലേൺ മോർ കൊടുക്കുക, പ്രൊഡക്റ്റിൽ ബൈ നൗ കൊടുക്കുക. അതുപോലെ നമ്മൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ, നമ്മളെ ചാനലിലേക്കാണ് വരുന്നെങ്കിൽ വാച്ച് നൗ എന്നോ അങ്ങനെ കൊടുക്കുക, സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കുക, ഡൗൺലോഡ് പ്രൊഡക്റ്റുകൾ, നമ്മളേതെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അത് കൊടുക്കുക, പ്ലാൻ നൗ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്തു, വിസിറ്റ് കൊടുക്കാം. പിന്നെ ഹെഡ്ലൈൻ ആണ്, ഇവിടെ ഹെഡ്ലൈൻ നമ്മൾ ഓക്സ്ഫോർഡ് ടെക് സ്കൂൾ എന്നുള്ള കൊടുത്തത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പക്ഷെ ഇവിടെ 15 ക്യാരക്ടറേ പറ്റുള്ളൂ, അത്ര സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് ഒതുക്കണുണ്ട് എന്ത് കൊടുക്കുകയാണെങ്കിലും. ഞാൻ അവിടെ ബെസ്റ്റ് ടി സ്കൂൾ നോക്കുക, നമ്മൾ കൊടുത്തിരിക്കും ഓട്ടോമാറ്റിക് നമ്മൾ ഓക്സ്ഫോർഡ് എന്നുള്ള ലാബിൽ തന്നെ വരും കേട്ടോ. അങ്ങനെ കൊടുക്കുക. ഇത് മൊബൈലിൽ ഇങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ കാണിക്കുന്നത് ഈ രൂപത്തിലായിരിക്കും. ഇവിടെയും ആഡ് വരും, ഇവിടെയും ആഡ് വരും. ഓക്കെ അല്ലേ? ഇതിപ്പോ നമ്മൾ കൊടുത്ത വെബ്സൈറ്റ് ട്രാഫിക് ആണ്. അതുപോലെ ഡ്രൈവ് വീഡിയോ വ്യൂ ആൻഡ് എൻഗേജ് വിത്ത് യുവർ ചാനൽ എന്നുള്ളതാണെങ്കിൽ ഇതിമ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്തു, ആ ആഡിന് മാറ്റങ്ങൾ വന്നു. ഇവിടെ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡ്ലൈൻ വന്നു, ഹെഡ്ലൈൻ ഒന്നും കൂടെ ഡീപ്പായിട്ട് കൊടുക്കുക, 100 ക്യാരക്ടറിൽ എന്ത് ചെയ്യുക, ഹെഡ്ലൈൻസ് കൊടുക്കുക. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. കാരണം ഇവിടെ ആഡ് നമ്മൾ ഈ രൂപത്തിൽ കാണിക്കും. ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ കാണുകയാണെങ്കിൽ അതിന്റെ താഴെ ഇവിടെ വന്ന് കിടക്കും സ്പോൺസേഡ്, ഇവിടെ ചെറുതായിട്ട് ആഡ് കണ്ടെങ്കിൽ. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഈ ആഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് തുറക്കുക. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗം ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. 35 ക്യാരക്ടറിൽ 2 ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും.
അപ്പൊ ഇതിന് ക്ലിക്ക് ചെയ്ത നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കാണ് വരിക, മറ്റേത് നേരെ വെബ്സൈറ്റിലേക്ക് വരിക. ഇതിന് ഡിഫറൻസ് മനസ്സിലായില്ലേ? അതുപോലെ ഹൗ ഡു യു വാണ്ട് യുവർ ആഡ് അപ്പിയർ, ഇവിടെ കാണുന്ന ഈ ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് നമുക്ക് നമ്മുടെ തമ്പലിന് ഏതാ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. നമുക്ക് ഈ തമ്പലിന് കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് GPT എന്ത് ചെയ്താൽ മതി, റൈറ്റ് ഗൂഗിൾ, ഇപ്പൊ ഇതിനുള്ള ഈ കണ്ടന്റ് കാര്യമൊക്കെ നമുക്ക് ചാറ്റ് GPT റൈറ്റ് ചെയ്യട്ടോ. കണ്ടന്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ശരി, ഡിസ്ക്രിപ്ഷൻ only 35 നിർത്തി കഴിഞ്ഞാല് ഇവിടെ നമുക്ക് അതിനുള്ള ചെറിയ 35 ക്യാരക്ടറിൽ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു. ലേൺ ഡിജിറ്റൽ മാർക്കറ്റ് ഓക്സ്ഫോർഡ് വാങ്ങിച്ചു. അനദർ മോഡ് എന്ന് പറഞ്ഞാൽ വേറെയും നമുക്ക് എന്ത് ചെയ്യും, അടിച്ചു തരും. കുറച്ച് കൂടുതലാണ്. ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്സ്ഫോർഡ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ചേരി. എട്ടല്ലേ മഞ്ചേരി മഞ്ചേരി. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ക്യാമ്പയിൻ ചെയ്യേണ്ടത് എന്നുള്ള കേട്ടോ. ഇതെല്ലാത്തിനും സെയിം ആകാരം. നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്യാമ്പയിൻ മുതൽ ഇവിടെ എന്താ യൂട്യൂബ് മുതൽ എല്ലാ ക്യാമ്പയിനും എന്തായിരിക്കും, ഈ രീതി തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ട്രാഫിക് വെച്ച് ചെയ്യാം. ട്രാഫിക് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഹലോ ഹലോ, ഓഡിയബിൾ അല്ലേ? ഞാൻ ചെക്ക് ചെയ്യാം, നിങ്ങള് ഒരു സംസാരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അപ്പൊ ലിങ്ക് എടുത്തു, ഞാനിവിടെ എന്ത് ചെയ്തു, ട്രാഫിക് വെച്ച ഇത് വെച്ച് ചെയ്തുതരാം. ലാൻഡിംഗ് പേജ്, ദെൻ വിസിറ്റ് ഹെഡ്ലൈൻ ഇവിടെ എന്ത് ചെയ്തു, നമുക്കൊരു ഹെഡ്ലൈൻ ഇവിടെ ഒന്നും കൂടെ കൊടുക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് 15 ക്യാരക്ടർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബട്ടൺ വിസിറ്റ്, ഹെഡ്ലൈൻ നമുക്ക് എന്തെങ്കിലും ഹെഡ്ലൈൻ ഉണ്ടെങ്കിൽ കൊടുക്കട്ടോ. മുപ്പത്തി ക്യാരക്ടറായി. ഞാനിവിടെ ഫ്രീ ഡെമോ ക്ലാസ് കൊടുത്തുട്ടോ. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു 4 ടൈപ്പ് ക്യാമ്പയിലാണെങ്കിൽ ആ മാറ്റം ഫസ്റ്റ് ടൈമിലുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണേ,
ലൊക്കേഷൻ ആണ് വരുന്നത്. ലൊക്കേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ മറ്റേ ആഡ്സിൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത്. ഡിഫാൾട്ട് ആയിട്ട് ഇവിടെ ഇന്ത്യ കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ ചെയ്യുന്ന മഞ്ചേരി ഫോക്കസ് ചെയ്തിട്ടുണ്ടോ, മഞ്ചേരി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യാം. മഞ്ചേരി സിറ്റി, സിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു സറൗണ്ട് മാത്രമേ വരുള്ളൂ. മോങ്ങം പൂക്കോട്ടൂരൊന്നും ഉണ്ടാവില്ല, ഇത്ര കുറഞ്ഞ ഏരിയ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സിറ്റി ആയതുകൊണ്ടാട്ടോ. അപ്പൊ ഇനി നമുക്ക് മഞ്ചേരിനെ എന്ത് ചെയ്യാം, ഒന്നും കൂടെ വൈഡ് ആക്കിയിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ റേഡിയസ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഒന്നുകിൽ നമ്മളെ സിപ്പ് കോഡ് കൊടുക്കാം. മഞ്ചേരി സിപ്പ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് വരും. അതല്ലെങ്കിൽ പിന്നെ സിറ്റീസ് കൊടുക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രി കൊടുക്കാം. ഏഹ് മറ്റുള്ള പ്ലേസ് ബേസ് ചെയ്ത് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇവിടെ എന്ത് ചെയ്യാം, പാപ്പിനിപ്പാറ, മുടിക്കൂർ, പന്തല്ലൂര്. മലപ്പുറം, മഞ്ചേരി, ഇവിടെ നമുക്ക് ലൊക്കേഷൻ കൊടുക്കുക. ഈ ലൊക്കേഷൻ നമുക്ക് മറ്റേ പോലെ റേഡിയസിന്റെ ഓപ്ഷൻ വരുന്നില്ല. നമ്മള് എക്സ്പോർട്ട് എക്സ്പേർട്ട് മോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മെറ്റീരിയൽ കൊടുത്തതിനെക്കാട്ടും അഡ്വാൻസ് ആയിട്ട് റേഡിയസ് ആയിക്കോട്ടെ, ലൊക്കേഷൻ ആയിക്കോട്ടെ, അത്രയും ഡീറ്റെയിൽ ആയി കൊടുക്കാം. സ്മാർട്ട് മോഡിൽ നമുക്ക് ജസ്റ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനേ പറ്റുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കൊടുക്കാം. കൺട്രോൾ സൂം, അപ്പൊ ആ രീതിയിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കാം. പിന്നെ നമ്മൾ ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് നമുക്ക് ഏതൊക്കെ കൊടുക്കാം. അപ്പൊ ഓൾറെഡി ഇവിടെ ഡിഫാൾട്ട് ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും. അപ്പൊ നമ്മളവിടെ ആയതുകൊണ്ട് നമുക്ക് മലയാളം, ചില ആളുകളുടെ ഫോണൊക്കെ മലയാളമായിരിക്കും, ഗൂഗിളൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലും ആഡ് ഓടിക്കോട്ടെ എന്ന് വെച്ചിട്ട് മലയാളം ടാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സെലക്ട് ദ ജെൻഡർ, ഏജ് ആൻഡ് പാരന്റൽ സ്റ്റാറ്റസ് ഓഫ് യുവർ കസ്റ്റമർ. ഇവിടെ നമുക്ക് ജെൻഡർ ഉണ്ട്, ഫീമെയിലോ മെയിലോ, അത് അൺനോൺ. അതായത് ഫീമെയിലോ മെയിൽ ആണെന്ന് മെൻഷൻ ചെയ്യാത്ത ആളുകളുണ്ടാവും ഒരുപാട് ഗൂഗിൾ അക്കൗണ്ട്. ഇവിടെ ഗൂഗിളിന്റെ അക്കൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, എല്ലാവരുടെ ഫോണിലും ഇമെയിൽ ലോഗിൻ ആയിരിക്കും. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏജ് ഉണ്ട്, ജെൻഡർ ഉണ്ട്. അപ്പൊ ജെൻഡർ കൊടുക്കുക. അതുപോലെ ഏജ് നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്, 18-24, 25-34, അങ്ങനെ ഓരോ കാറ്റഗറി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വന്ന് വേണ്ടത് ശരിക്കും 18-24, മാക്സിമം 25-34, ഈ ഒരു ഏജ് മതി നമുക്ക്. പിന്നെ അൺനോൺ കൊടുക്കുക. അപ്പൊ നോ പാരന്റ്സിനെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. നോ പാരന്റ് ആയ ആളുകളെ നമുക്ക് കാണുന്നില്ല. ഈ ആളുകൾ മാത്രം ടാർഗറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഇൻട്രസ്റ്റുകളാണ്, നമ്മളെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, ഇവിടെ ഓട്ടോമാറ്റിക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനം, ബിസിനസ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ ക്ലാസ്, ഫോറിൻ ലാംഗ്വേജ് സ്റ്റഡി, അത് ശരിക്കും ഇല്ല കേട്ടോ. ഓപ്പൺ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഒട്ടുമിക്ക കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ബിസിനസ് എഡ്യൂക്കേഷൻ ആണ് ഓൺലൈൻ ക്ലാസ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ആളുകളെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ഉണ്ട്. നമ്മൾ സർവീസ് അല്ലാത്തതുകൊണ്ട് തന്നെ
ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഉം. പിന്നെ കണ്ടന്റ് മാർക്കറ്റിംഗ് സർവീസ്, അഡ്വർടൈസിംഗ് സർവീസ്, ഇപ്പോൾ ഉണ്ട് CRM ഉണ്ട്, ബിസിനസ് എഡ്യൂക്കേഷൻ, ബിസിനസ് ഫിനാൻഷ്യൽ സർവീസ്, കരിയർ കൺസൾട്ടിംഗ് സർവീസ്, ബിസിനസ് അത് കൊടുക്കാം, ബിസിനസ് ടെക്നോളജി, എന്റർപ്രൈസ് ബിസിനസ് സർവീസ്. ഇവിടെ നമ്മൾ കാറ്റഗറി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് കറക്റ്റോടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത ഓൺലൈൻ ഓപ്പൺ എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂക്കേഷൻ, IT ആൻഡ് ടെക്നിക്കൽ ജോബ്, എഡ്യൂക്കേഷൻ എന്നുള്ള പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടെസ്റ്റ് പേപ്പർ, ടൂറിസ്റ്റ് സ്റ്റഡി അബ്രോഡ്, ഇന്റേൺഷിപ്പ്, സെയിൽസ്, മാർക്കറ്റിംഗ് ജോബ്. അപ്പൊ ഇവിടെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏതാണ് ഓഡിയൻസ്, ആ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, ബേസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്തത് നമ്മുടെ കറൻസി, എൻ്റെ റിവ്യൂ ഡെയിലി ബഡ്ജറ്റ്. അപ്പൊ ഇവിടെ ഡിഫാൾട്ട് ആയിട്ട് 350 ആണ്, 350 രൂപയാണ് ഒരു ദിവസം. അപ്പൊ നമുക്ക് എത്രയാണ് കൊടുക്കേണ്ടത് എങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാനിവിടെ എന്ത് ചെയ്യണേ, ഒരു 100 വെച്ച് കൊടുത്തോട്ടെ, പെർ ഡേ 100. അപ്പൊ നമുക്ക് റിസൾട്ട് അവൈലബിൾ അല്ല. അവർ പറഞ്ഞ മിനിമം ഒരു 350 ആണ് അവര് പറയുന്നത്. 350 ഓഡിയൻസ് എപ്പം കാണിക്കാനില്ല. എസ്റ്റിമേറ്റ് കറന്റ് ആർ നോട്ട് കറന്റ്ലി അവൈലബിൾ. നമ്മൾ എത്ര ആളുകളെ കാണിക്കും വീക്ക്ലി എന്നുള്ള സാധനം ഔട്ട്സ്റ്റാൻഡിങ് കൂടെ കാണിക്കും. അപ്പൊ അത് കാണിക്കുന്നില്ല. അതിലിപ്പോ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ഹൗ ലോങ് വിൽ യുവർ ആഡ് റൺ, കണ്ടിന്യൂസ്ലി റൺ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുക്കുക സെലക്ട് എൻ്റെ ഡേറ്റ്. നമ്മൾ എൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നിപ്പോ മാർച്ച് 5-ാം തീയതി വരെ, നമുക്ക് ഫെബ്രുവരി 21 നമുക്ക് ഇന്ന് 4 ദിവസം, 4 ദിവസം ഒട്ടിയാൽ മതി. നമുക്ക് ഡേറ്റ് കൊടുക്കുക, എൻ്റെ ഡേറ്റ് എന്നാണ് ക്യാമ്പയിൻ ഓഫ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. അതുപോലെ തന്നെ ടിൻഡിട്ടം ഇവിടെ നമ്മൾ ലൊക്കേഷനെ ഞാൻ ഇപ്പൊ ചെറിയ ഏരിയ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ഓഡിയൻസിനെ കാര്യമായിട്ട് കാണിക്കാതെ കേട്ടോ. ഇവിടെ നമ്മൾ ഓൾ കേരള ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലാർജ് ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ സിറ്റി എന്നുള്ള ലെവലിൽ വരുമ്പോഴാണ് ചെറിയ ഏരിയ വരുള്ളൂ. അപ്പൊ 2-3 കിലോമീറ്റർ വരുള്ളൂ. അപ്പൊ നമ്മൾ കേരള ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഓഡിയൻസ് എന്ത് ചെയ്യാൻ കാണാൻ സാധ്യത ഉണ്ട്. നോക്കാം, കാര്യമായിട്ട് കാണിക്കാൻ അല്ലേ. തൗസൻഡ് ഓക്കെ. എൻ്റെ ഡേറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എൻ്റെ ഡേറ്റ് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരി 29-ാം തീയതി വരെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ ഏകദേശം ഫിനിഷ് ആയി. റിവ്യൂ സ്റ്റേജ് ആണ്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം ക്യാമ്പയിൻ നെയിം, ഓക്സ്ഫോർഡ് ടെക് സ്കൂൾ മഞ്ചേരി, വീഡിയോ ഏതാണ്, ഓട്ടോമാറ്റിക്കലി പ്ലേഡ് ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ അതർ യൂട്യൂബ്. അതായത് ഒരാളുടെ യൂട്യൂബിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, സ്കിപ്പാഡ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ അതർ യൂട്യൂബ് വീഡിയോസ് വരും. പിന്നെ ലാൻഡിംഗ് പേജ് കൊടുത്തിട്ടുണ്ട്, വിസിറ്റ് സൈറ്റ്, ഹെഡ്ലൈൻ, ഫ്രീ ഡെമോ ക്ലാസ്, കേരള, ഇംഗ്ലീഷ്, മലയാളം, ഡെമോഗ്രാഫ്, ഇൻട്രസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആളുകളെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഡെയിലി ബഡ്ജറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗോ ടു ബില്ലിംഗ് എന്നുള്ള സെഷൻ ആയിരിക്കും, അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം പേയ്മെന്റ് ഇൻഫോ, ഇവിടെ നമ്മളെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ കൺട്രി ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ ടൈം കൊടുക്കുക. അതുപോലെ പ്രൊമോ കോഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നമുക്ക് ഒരു കോഡ് കിട്ടും, ഗൂഗിൾ ആഡ്സിന്റെ ഒരു പ്രൊമോ കോഡ്. ആ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അത് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക കേട്ടോ, അത് കൊടുക്കാം. പിന്നെ പേയ്മെന്റ് പ്രൊഫൈലാണ്. അപ്പൊ നമ്മളെ പേയ്മെന്റിന്റെ പ്രൊഫൈലും കാര്യങ്ങളും ഇവിടെ കൊടുക്കുക. ഓൾറെഡി ഇന്ത്യ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ നിങ്ങളെ ഓർഗനൈസേഷൻ നെയിം, നിങ്ങളെ ഫുൾ അഡ്രസ്സ്, സിറ്റി, പിൻകോഡ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇന്ത്യ ഓൾറെഡി ഇവിടെ ഇതിന്റെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പേയ്മെന്റ് മെത്തേഡ് ആണ്. പേയ്മെന്റ് മെത്തേഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക.
അത് നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ പേ വിത്ത് ബാങ്ക് ട്രാൻസ്ഫറോ പിന്നെ വാലറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെ ഏതെങ്കിലും വാലറ്റ് ഏതെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്താ പേയ്മെന്റ് സെറ്റിങ്സ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് ആണ്. ഇവിടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ബാങ്ക് കണക്ട് ചെയ്യുക. ഇവിടെ പേയ്മെന്റിന് എമൗണ്ട് കൊടുക്കുക. മിനിമം എത്ര എമൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പേയ്മെന്റ് നമ്മുടെ ക്യാമ്പയിൻസ് എന്ത് ചെയ്യും റൺ ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. പേയ്മെന്റ് ഞാൻ ഇത് കണക്ട് ചെയ്യാത്ത ഓൾറെഡി എന്റെ എന്തുണ്ട് വേറെ അക്കൗണ്ട് ഇത് 3-4 അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഓൾറെഡി പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത് കണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പേർട്ട് മോഡ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ സ്മാർട്ട് മോഡിലാണ് കളിക്കുന്നത്. ഇത് ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് എക്സ്പേർട്ട് മോഡിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ ആഡ്സിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഈ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ളതാണ്. അത് ആണെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ പേയ്മെന്റ് എമൗണ്ട് കൊടുക്കണമെങ്കിൽ പേയ്മെന്റ് മെത്തേഡ് സെറ്റ് ചെയ്യണം. ദെൻ സബ്മിറ്റ് അടിക്കുക. അപ്പോ ഇവിടെ പേയ്മെന്റ് മെത്തേഡ് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇവിടെ വാലറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആഡ് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്താൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് എന്ത് ചെയ്യും ഗൂഗിൾ പേക്ക് ഫോൺ പേക്കോ നോട്ടിഫിക്കേഷൻ വന്നോളും. എത്രയാണ് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് സെറ്റ് ചെയ്യുക. ഒരു കോഡ് വരും. കോഡ് വന്നു കഴിഞ്ഞാൽ ഒരു OTP ചോദിക്കും ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ. അപ്പൊ 24 ഞാൻ OTP കൊടുക്കുകയാണ്. പേടിഎമ്മിന്റെ ആണ് ഇത് കണക്ട് ചെയ്ത് വെച്ചാൽ പേടിഎം കണക്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിൽ സിമ്പിൾ ആയിട്ട് പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി എന്റെ വാലറ്റ് ഇതിന് കണക്ട് ആയി. പിന്നെ അടുത്തത് ഇവിടെ പേയ്മെന്റ് ആണ്. മാനുവൽ പേയ്മെന്റ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പേയ്മെന്റ് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം നമുക്കൊരു എമൗണ്ട് കൊടുക്കാം. എത്രയാണ് എമൗണ്ട് കൊടുക്കുക ആ എമൗണ്ട് കൊടുത്തിട്ട് സബ്മിറ്റ് അടിക്കുക. ഇതിൽ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേയ്മെന്റും കൂടെ ഇട്ട് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ ഒരു 100 ഒരു 500 എന്തെങ്കിലും ഇട്ടുകാണ്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ക്യാമ്പയിന് ഫിനിഷ് ആവുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ഗൂഗിൾ ആഡ്സിന് ഒരു ക്യാമ്പയിൻ റൺ ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെ ഡാഷ്ബോർഡൊക്കെ എൻട്രി കിട്ടുള്ളൂ. അപ്പോ അതിലൊരു ചെറിയ മിനിമം എമൗണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പൊ ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ വലിയ സീനില്ല. അപ്പൊ അത് കണക്ട് ആയിട്ട് നേരെ വന്നോളൂ. പിന്നെ ക്യാമ്പയിൻ ഓടിയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഇന്ന് പൈസ പോകുള്ളൂ. നമ്മൾ പേടിഎം ടൈപ്പ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പേയ്മെന്റ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ രൂപത്തിൽ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു നിങ്ങൾ ക്യാമ്പയിൻ റണ്ണായി. പിന്നെ നമ്മളെ മെറ്റയിൽ ആഡ് മാനേജർ പോലെ ഇതിന്റെ ഡാഷ്ബോർഡ് ഉണ്ട് ഗൂഗിൾ ആഡ്സിന്റെ. അവിടേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതേ രൂപത്തിലേക്ക് കയറാം. നിങ്ങൾ അത് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് മോഡാണിത്. അപ്പൊ ഈ രൂപത്തിലേക്കാരം പിന്നെ എന്ത് ചെയ്യാം നിങ്ങളെ അക്കൗണ്ട് ഉണ്ടാവുക. ഇതില് ഈ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാനാണോ ഗൂഗിൾ ആഡ് ചെയ്യാനാണോ കൂടുതൽ എമൗണ്ട് റീച്ച് കിട്ടുന്നതാണ്? എമൗണ്ട് കസ്റ്റമർ കൺവേർഷൻ ഗൂഗിൾ ആഡ്സ് ഭയങ്കര എഫക്റ്റീവ് സാധനമാണ്. പക്ഷെ മറ്റേതിനെക്കാട് കുറച്ചുകൂടി ഫണ്ട് എന്ത് ചെയ്യും ഗൂഗിൾ ആഡ്സിന് ചെലവ് വരും. കൂടുതൽ ചെലവാക്കേണ്ടി വരും അല്ലേ? കൂടുതൽ ഫേസ്ബുക്ക് മറ്റേ സോഷ്യൽ മീഡിയനെക്കാട്ടി എമൗണ്ട് വരും ഗൂഗിൾ ആഡ്സിന്. നമ്മളാ ഫേസ്ബുക്കില് അല്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ ആഡ് വരുന്നതിനൊക്കെ ശരിക്കും നല്ല എമൗണ്ട് വരില്ലേ? ആ എമൗണ്ട് വരും. മറ്റിനെ അപേക്ഷിച്ച് കുറച്ച് വരും. സോഷ്യൽ മീഡിയന്റെ അത്ര ചീപ്പ് അല്ല. സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് തന്നെ ചീപ്പ് എമൗണ്ട് ആണ്. ഇത് അത്യാവശ്യം കുറച്ച് പൈസ വരും. പക്ഷെ ഇതൊന്നും കൂടെ പ്രീമിയം ആണ്. ചില വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ 1 മിനിറ്റ് നിർബന്ധമായിട്ട് കണ്ടിരിക്കും. 1 മിനിറ്റ് ഉണ്ടാവില്ല 15 സെക്കൻഡ് 15 സെക്കൻഡ്. അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ 5 സെക്കൻഡ്. മറ്റൊരു 15 സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം 10 സെക്കൻഡ് 15 സെക്കൻഡ് വരെ ഇടാം. 10 സെക്കൻഡ് വീഡിയോ ഒക്കെ ഇടാം. അപ്പൊ 15 സെക്കൻഡ് വരെയുള്ള വീഡിയോ എന്ത് ചെയ്യാം നമ്മൾ കണ്ടിരിക്കൽ നിർബന്ധകരം. ഇതാണ് ഇപ്പൊ നമ്മളെ ഗൂഗിൾ ആഡ്സിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത ക്യാമ്പയിൻസ് ആ ക്യാമ്പയിൻസിന്റെ ഡീറ്റെയിൽ ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഓരോ ക്യാമ്പയിൻസും കാര്യങ്ങളുമാണ്
അപ്പൊ അതിന്റെ ഡീറ്റെയിലും അതിന്റെ അനലറ്റിക്സ് കാര്യങ്ങൾ ഇത് മറ്റേനേക്കാളും കുറെ എന്തുണ്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇതിലുണ്ട്. ഉം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പൊ ഇന്ന് ചെയ്തില്ലേ, ആ 4 ഒബ്ജക്റ്റീവ്സ് ഉള്ളത്, ആ 4 ഓരോന്ന് വെച്ചാണ് നിങ്ങൾ ചെയ്തു നോക്കട്ടോ. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം വരും, നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും കാർഡോ കാര്യങ്ങളോ ഒന്ന് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മോഡ് ഓപ്പൺ ചെയ്ത് ഓക്കെ. മറ്റൊന്ന് ചെയ്തതിന്റെ ശേഷം പിന്നെ എന്ത് ചെയ്യാൻ, നെക്സ്റ്റ് ഈ ലെവലിലേക്ക് പോവാം. അത് എന്തിനാ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്നുള്ളത്. ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡാണ്. ഇപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ചിന്ത എന്ന് പറയാം, ഇതിന് മുമ്പത്തെ മോഡ് ഉണ്ട്, ആ മോഡാകാരം. അപ്പൊ ആ മോഡ് എന്ന് പറഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പാണ്. ഇതിപ്പോ അതിന് ഡിസൈൻ മാറിയില്ലേ, ഈ ഒരു പാറ്റേൺ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നാണ്. ഇത് ഇത്രയും ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ ഗൂഗിൾ ആഡ്സിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു സ്മാർട്ട് ക്യാമ്പയിൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സ്മാർട്ട് ക്യാമ്പയിൻ അടിപൊളിയായിട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തതിൽ ഇപ്പൊ ഈ സംഭവമാണ്. ഇതിലിപ്പോ എന്താ ചെയ്യാം, നിങ്ങൾക്ക് എന്താ, നമ്മളിപ്പോ യൂട്യൂബ് ട്രാഫിക് കൊടുത്തത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അതിൽ ട്രാഫിക് ഉണ്ട്, നോർമൽ ട്രാഫിക്, അതും ചെയ്യാട്ടോ. ഇവിടെ നമുക്ക് ഗോൾസ് എന്ത് ചെയ്യാ, നേരത്തെ കൊടുത്ത പോലെ തന്നെ വെബ്സൈറ്റിന്റെ പകരം ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് മോർ കാൾസ് ഉണ്ട്, വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ട്, കാൾസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറി മാറി എന്ത് ചെയ്യാ, ചെയ്ത് നോക്കുക. ഓക്കെ. എല്ലാം ഏകദേശം ഇതന്നല്ലേ വരുന്നത്. ഒക്കെ ഇത് തന്നെയാണ്. കാളാവുമ്പോ കാളാണ് ഫോക്കസ് ചെയ്യുന്നത്, മറ്റേതാവുമ്പോ എന്താ ഇത് വരും. ഇതിപ്പോ എന്താ കാള് അതുപോലെ ട്രാഫിക് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, കീവേഡ്സ് എന്ന ഓപ്ഷൻ കൂടെ അഡീഷണൽ വരും. അതായത് യൂട്യൂബിനെ പോലല്ല, ഇത് ഗൂഗിളിലാണ് കാണിക്കുക, ഗൂഗിൾ സെർച്ചില്. അപ്പൊ നമുക്ക് സെലക്ട് കീവേഡ്സ് തീംസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കീവേഡ് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അതല്ല നമുക്ക് ഇത് വേണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് അടിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് സജസ്റ്റ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ ഇവിടെ കീവേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഗൂഗിളിൽ സെർച്ച് ക്യാമ്പയിൻ ആവുമ്പോൾ. അതായത് ഗൂഗിൾ കാൾ ആഡ്, അതുപോലെ ട്രാഫിക് ആഡ്, ലൊക്കേഷൻ ആഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക. മറ്റേത് യൂട്യൂബിലായതുകൊണ്ടാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പൊ ഗൂഗിളിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കീവേഡ്സും കൂടെ വരും. ആ കീവേഡ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ കീവേഡ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ലൊക്കേഷനും കാര്യം കൊടുക്കുക. അപ്പൊ മറ്റേ നമുക്ക് റേഡിയസ് ഇല്ലേനും ട്രാഫിക് ക്യാമ്പയിനും അതുപോലെ ലീഡ് മറ്റുള്ള ക്യാമ്പയിൻ ഉണ്ടല്ലോ, കാൾ ക്യാമ്പയിനൊക്കെ നമുക്ക് ലൊക്കേഷൻ എന്ത് ചെയ്യുക, ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര കിലോമീറ്റർ എന്നുള്ള പരിധി റേഡിയസ് കൊടുക്കുക. മറ്റില്ലതില്ലായിരുന്നു. ദെൻ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് സെലക്ട് ബഡ്ജറ്റ് ഓപ്ഷൻ, ഇവിടെ ബഡ്ജറ്റ് എന്ത് ചെയ്യുക, നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള ബഡ്ജറ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ സെലക്ട് ബഡ്ജറ്റ് ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇത് പെർ ഡേ കേട്ടോ. ഇപ്പൊ ഇവിടെ 100 കൊടുക്കുക. പക്ഷെ ഇവര് പറയുന്നത് എന്താ വെച്ചാല്, ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ബോക്സിന്റെ ഉള്ളിലാണ് സേഫായ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എമൗണ്ട് എന്നാണ്. അപ്പൊ ഓരോ മിനിമം സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടത് തന്നെ 150 റുപ്യാണ്. 170 ഇല്ല, 75 ഇല്ല, 79, 78 റുപ്യാണ് മിനിമം മാക്സിമം റിസൾട്ട് കിട്ടുക എന്ന് അവർ പറയേണ്ടത്. നമ്മള് മെറ്റീരിയൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോ ഇത്ര എമൗണ്ട് വന്നോളന്നില്ല. ഇത് അത്യാവശ്യം എമൗണ്ട് വരെയുള്ള മാറ്റതാണ്. ഇത് നെക്സ്റ്റ് അടിച്ചു പോയി എമൗണ്ട് കൊടുത്ത് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണാൻ പറ്റും ക്യാമ്പയിന്. ഫോൺ കാളാണ് കോൾ കൊടുത്തുള്ളത്. അപ്പൊ ഇവിടെ ഫോൺ കാൾ ബിസിനസ് എന്നുള്ള ഇത് കാണാൻ പറ്റും. നമ്മളെ ഹെഡ്ലൈന് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ കൊടുത്ത സംഭവങ്ങളാണ്. അതൊക്കെ അവിടെ കാണാം, കീവേഡ് കാണാം, ലൊക്കേഷൻ കാണാം. ഇത് ഡെയിലി 178 വെച്ചിട്ട് മന്ത്ലി എത്ര വരും എന്നുള്ളത് അവിടെ. പിന്നെ അതുപോലെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇന്ത്യൻ ടൈം കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമുക്ക് 2000 റുപ്യ എന്ത് ചെയ്യാം, നമുക്ക് ഇവർ കടായിട്ട് തരും ഫേസ്ബുക്ക്. അപ്പൊ അതിനുള്ള ഡീറ്റെയിൽ ആണ്, അത് കടായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി പേയ്മെന്റ് കാര്യങ്ങൾ വന്നതാണ്, ഇവിടെ സബ്മിറ്റ് അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഓക്കെ. അതൊരു ഏകദേശം ഇനി ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ ആ 4 ടൈപ്പും ഉണ്ട്. അപ്പൊ 4 ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കണ്ട. 4 ചെയ്താലാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ 4 ഉണ്ട്. ആ 4 ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ചെയ്തൊന്ന് സബ്മിറ്റ് ചെയ്ത് ഓക്കെ ഓക്കെ നാളെ എന്ത് ചെയ്യുന്നുണ്ടോ ഒന്ന് കാണിച്ചു തരുമുണ്ടോ? ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ഇന്ന് ചെയ്ത ക്യാമ്പയിൻസ് 4 ഒന്ന് ചെയ്തിട്ട് നാളെ കാണിച്ചു തരാം ഇൻഷാ അള്ളാ. ഓക്കെ ഷാ ഓക്കെ ബൈ.